ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റെസിപ്പി മലബാറിക്കസ്. ഇത് നമുക്ക് സിമ്പിളായിട്ടൊരു സ്നാക്ക് ഉണ്ടാക്കിയാലോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു സ്നാക്ക് മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു സ്നാക്ക് കൂടിയാണ്. മാത്രമല്ല കുട്ടികൾക്കും വലിയവർക്കെല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ ഒരു സ്നാക്ക് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് കൂടിയാണ്. അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ബട്ടൻ്റെ കൂടെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കാണാം. അതിനകത്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുള്ളൂ. അപ്പം നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോകാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു കടായി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വീതം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. 2 മീഡിയം സവാളയാണ് ഞാൻ ചെറുതായി മുറിച്ചത് ചേർത്ത് കൊടുത്തത്. അപ്പം നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വഴറ്റി കൊടുത്താൽ മാത്രം മതിയാവും. ഇനി ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ സവാളയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെല്ലാം ഒന്ന് നന്നായിട്ട് വഴന്ന് വരട്ടെ. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ അടുത്തായിട്ട് ചേർക്കാൻ പോകുന്നത് ചെറുതായി കട്ട് ചെയ്ത 1 ക്യാരറ്റാണ്. അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ക്യാരറ്റും ചേർത്തതിന് ശേഷം ഇനി ഇതിലേക്ക് 1 ക്യാപ്സിക്കത്തിൻ്റെ പകുതി ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെറുതായി കട്ട് ചെയ്ത ക്യാരറ്റും ക്യാപ്സിക്കവും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇത് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ ആ റോ ടേസ്റ്റ് മാറുന്നവരെ തന്നെ ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ പച്ചക്കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ ക്യാരറ്റിനും ക്യാപ്സിക്കത്തിനും ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇത്രയും ആയതിനു ശേഷം നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം. മസാല 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് മുളക് പൊടി, എരിവുള്ള മുളക് പൊടിയാണ് ചേർത്തത്, 1 ടീസ്പൂണ് മല്ലിപ്പൊടി, പിന്നെ കുരുമുളക് പൊടി 1 ടീസ്പൂണ്, പിന്നെ 1/2 ടീസ്പൂണ് നമ്മൾ ഗരം മസാലപ്പൊടി അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കെച്ചപ്പ് ഈ ഒരു മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും ഇങ്ങനെ കെച്ചപ്പ് ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് മയോണീസ് ചേർത്ത് കൊടുക്കാം. നമ്മളെ മസാല നല്ല ക്രീമി ആയിട്ട് ഉണ്ടാവും ഈ മയോണീസ് ചേർത്ത് കൊടുത്താൽ. ഞാനിപ്പോൾ ഇവിടെ തന്നെ ഉണ്ടാക്കിയ മയോണീസാണ് ചേർത്ത് കൊടുത്തത്. നമ്മൾ വീട്ടിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും മയോണീസ്. അപ്പോൾ അതിൻ്റെ റെസിപ്പി വേണ്ടവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ ഇത്ര ആയിക്കഴിഞ്ഞാൽ ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് 2 മുട്ട പുഴുങ്ങിയത് ഒന്ന് ചെറുതായി ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തന്നെ ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നാൽ ഈ മസാലയായിട്ട് നന്നായിട്ടൊന്ന് യോജിച്ച് വരും ഈ മുട്ട. അപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ട്. നല്ല പോലെ തന്നെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. അപ്പോൾ നമ്മളെ മസാലക്കൂട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മസാലക്കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞതിന് ശേഷം ഇതിന് വേണ്ടിയിട്ട് നമുക്കൊരു മാവ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് 2 കപ്പോളം വരുന്ന മൈദ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ മാവിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പം നമ്മൾ മാവ് ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ തന്നെ നമുക്കിത് കുഴച്ചെടുക്കാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂണ് വെജിറ്റബിൾ ഓയിൽ ചേർക്കുന്നുണ്ട്. ഫ്ലേവർ ഇല്ലാത്ത ഏത് ഓയിലും നിങ്ങൾക്ക് ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. വെളിച്ചെണ്ണ ഒഴികെ ബാക്കി ഏത് ഫ്ലേവർ ഇല്ലാത്ത ഓയിലും ഒഴിക്കാവുന്നതാണ്. അപ്പോൾ ഇത് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചതിന് ശേഷം കുറച്ച് വെള്ളം ഉപയോഗിച്ച് ഇതൊന്ന് ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ തന്നെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇത് കുഴച്ചെടുക്കുന്ന സമയത്ത് നന്നായിട്ട് സോഫ്റ്റായിട്ട് തന്നെ ഇതൊന്ന് കുഴച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മളെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതൊന്ന് അടച്ച് വെക്കുന്നുണ്ട്. ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചാൽ അത്രയും നല്ലതായിരിക്കും. അപ്പോൾ നമ്മളെ മാവ് ഇപ്പോൾ അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് റോൾ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ചപ്പാത്തി പലേൻ്റെ അകത്ത് കുറച്ച് മൈദ ഞാനിപ്പോൾ ഡസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ മാവ് ഒന്ന് റോൾ ചെയ്തെടുക്കുന്നതിന് മുമ്പേ നമുക്ക് ഇത് കുട്ടി ബോൾസായിട്ടൊന്ന് മാറ്റാം. അപ്പം നമ്മളെ മാവ് ഞാനിപ്പോൾ ചെറിയ കുട്ടി പീസായിട്ട് തന്നെ ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് മാറ്റിയെടുക്കണം, ഒന്ന് ഉരുട്ടിയെടുക്കണം. അപ്പോൾ ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. നമ്മളിപ്പോൾ പൂരിക്കെല്ലാം പരത്തില്ലേ, അതുപോലെ തന്നെ അതൊന്ന് പരത്തിയെടുക്കണം. അതേ സൈസിൽ തന്നെ, പൂരീൻ്റെ അതേ സൈസിൽ തന്നെ പരത്തിയാൽ മതി. ഇപ്പോൾ ഇൻ കേസ് അത്ര റൗണ്ടായിട്ട് വരുന്നില്ലെങ്കിൽ
നമുക്കൊരു മൂടി എടുത്തിട്ട് ഒന്ന് ഷേപ്പ് ചെയ്തെടുത്താൽ മാത്രം മതി. ഇനി നമുക്ക് ഇതിലേക്ക് ഇപ്പം നമ്മൾ പൂരിയെല്ലാം ഇതുപോലെ തന്നെ എല്ലാം ഞാനിപ്പോൾ റെഡിയാക്കി എടുക്കട്ടെ. അപ്പം നമ്മൾ ഇതിലേക്കുള്ള മാവെല്ലാം ഞാനിപ്പം പരത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത്രയും ആയതിന് ശേഷം നമുക്കിനി അടുത്തതായിട്ട് ചെയ്യാനുള്ളത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മളെ മസാല ഇതിലേക്ക് സ്റ്റഫ് ചെയ്തെടുക്കലാണ്. അപ്പം അത് നമുക്ക് 2 ടീസ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും പോകുന്ന പൂരിയിൽ ഞാനിപ്പം മസാലക്കൂട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നമ്മൾ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള ആ ഒരു ഷേപ്പിൽ ഇത് നമുക്ക് മടക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഞാനിപ്പം ഇതിൻ്റെ സൈഡിലെല്ലാം ഞാൻ കുറച്ച് വെള്ളം ഒന്ന് തൊട്ട് കൊടുക്കുന്നുണ്ട്, ഒന്ന് നനച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം കുറച്ച് വെള്ളം മതിയാവും. ഇതിൻ്റെ ആ ഒരു സൈഡിലെല്ലാം ഒന്ന് ഒട്ടിപ്പിടിക്കാൻ മാത്രമുള്ള വെള്ളം നമുക്ക് തൊട്ടെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് ഞാനിപ്പോൾ ഇത് ഷേപ്പ് ചെയ്തെടുക്കുന്നത്. നമ്മൾ കോഴിയുടെയെല്ലാം തയ്യാറാക്കൂലേ, അതുപോലെ തന്നെയാണ് ഞാൻ ഇവിടെ ഷേപ്പ് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഫില്ലിങ് ഇതിലേക്ക് വെച്ച് കൊടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ഓവറായിട്ട് നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുക്കാണ്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതുപോലെ തന്നെ ഒന്ന് ക്ലോസ് ചെയ്തെടുക്കാം നമുക്ക് ഓരോന്നും. അപ്പോൾ നമ്മൾ ഈ ഒരു സ്നാക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് കൂടിയാണ്. അപ്പം വൈകുന്നേരങ്ങളിൽ ഈവനിങ് സ്നാക്കായിട്ട് നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാതും ഇതുപോലെ തന്നെ നമുക്കൊന്ന് സ്റ്റഫ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാ സ്നാക്കും ഞാൻ ഇതുപോലെ തന്നെ ഒന്ന് സ്റ്റഫ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ഒരു കോട്ടിങ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 പിഞ്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നമുക്ക് കോട്ടിങ് കൊടുക്കണം. ഈ ഒരു സ്നാക്കിന് നമുക്കൊന്ന് കോട്ട് ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബ്രെഡ് ക്രംസിന് പകരം ഞാനിപ്പം കോൺഫ്ലേക്സാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അതൊന്ന് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിത് ആദ്യം മുട്ടേൻ്റെ ആ ഒരു ഇതിൻ്റെ അകത്ത് മുക്കിയതിന് ശേഷം ബ്രെഡ് ക്രംസിലൊന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ സാധാരണ കട്ട്ലറ്റിനെല്ലാം ചെയ്യുന്ന പോലെ തന്നെ സിമ്പിളാണ്. അതുപോലെ തന്നെ ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ എല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കോട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് എണ്ണയിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പം ഒരു കടായി ഇപ്പം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. വെജിറ്റബിൾ ഓയിലാണ് ഞാനിപ്പം ഫ്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് ഇനി വെജിറ്റബിൾ ഓയിൽ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് മീഡിയം ചൂടായതിന് ശേഷം നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഓവറായിട്ട് നമ്മളിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് ഇത് ഫ്രൈ ആയിട്ട് വരില്ല. അപ്പം പെട്ടെന്ന് അറ്റ് എ ടൈം ഞാനിപ്പോൾ 3 എണ്ണം ഇട്ട് കൊടുത്തത്. അപ്പോൾ നിങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കണം ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പം നമ്മളെ സ്നാക്ക് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്, നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ തന്നെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം ഇതൊന്ന് ഓയിലിനകത്തുനിന്ന് കോരി മാറ്റാം. അപ്പോൾ ഈ ഒരു സ്നാക്ക് എന്തായാലും മസ്റ്റ് ട്രൈ റെസിപ്പിയാണ്. ഇത് അത്രയും ടേസ്റ്റിയാണ് കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഈ ഒരു സ്നാക്ക് മസ്റ്റായിട്ട് ട്രൈ ചെയ്യണേ. ട്രൈ ചെയ്തിട്ട് എനിക്ക് ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കണേ. അപ്പോൾ എൻ്റെ ചാനലൊന്ന് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് അടിപൊളിയായിട്ടുള്ള വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.